ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നത് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 147 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം. ദൈവത്തിന് സ്തോത്രം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 147 സങ്കീർത്തനം വളരെ സുപരിചിതമായൊരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നത്. രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മനം തകർന്ന അവസ്ഥയിലാണോ നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിന് സ്തോത്രം സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നിട്ട് പറയുകയാണ്, അവരുടെ മുറിവുകളെ കെട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. മുറിഞ്ഞ അവസ്ഥയിൽ, ഹല്ലേലൂയ, വേദനപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നുവോ? ഹല്ലേലൂയ. നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഒരുവൻ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മുറിവുകളെ കെട്ടും, നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. വേദനയോട്, ഭാരത്തോട്, ബുദ്ധിമുട്ടോട് ഇന്ന് രാവിലെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഈ വചനത്തിന് മുമ്പാകെ ഏറ്റെടുക്കുക, വിശ്വസിക്കുക. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. മുറിഞ്ഞ അവസ്ഥയിലാണോ, വേദനപ്പെട്ടുന്ന അവസ്ഥയിലാണോ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഒരുവൻ, ഹല്ലേലൂയ, നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ അവരുടെ മുറിവുകളെ കെട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി വാക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്. ഈ വാക്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നമ്മളൊന്ന് ഏറ്റെടുത്താട്ട് ഈ വചനത്തിന് മുമ്പാകെ, ഹല്ലേലൂയ, എൻ്റെ മുറിവുകളെ കെട്ടിത്തരുവാൻ, എൻ്റെ വേദനകളെ പരിഹരിക്കുവാൻ കഴിയുന്നവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തിന് സ്തോത്രം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. തകർന്ന അവസ്ഥയിൽ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, ചതഞ്ഞയോടെ അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ല. ചതഞ്ഞരഞ്ഞ അവസ്ഥയിൽ നമ്മളായിരുന്നാലും ദൈവത്തിന് സ്തോത്രം, അത് ഒടിച്ചു കളയാതെ വേണം നമ്മളെ, ഹല്ലേലൂയ, പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, പുകയുന്ന തിരി എന്ന് പറഞ്ഞാൽ പുകഞ്ഞില്ലാതായി പോയാലും അവിടെ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന പുകയുന്ന തിരിയെ കെടുത്താതെ വേണം അതിനെ, ഹല്ലേലൂയ, പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് പരിഹരിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറക്കല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം അതിൻ്റെ ഹല്ലേലൂയ വായിക്കുമ്പോൾ 30 വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടുപോയി. ഇവിടെ മുറിവേറ്റിയ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവൻ എവിടെയാ പോയത്? യെരിഹോവിൽ നിന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യെരിഹോവിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക്. ഹല്ലേലൂയ. യെരൂശലേം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആരാധനയുടെ സ്ഥലമാണ്. ഹല്ലേലൂയ. യെരിഹോ എന്ന് പറഞ്ഞ കള്ളന്മാരാൽ, അക്രമികളാൽ, ദൈവത്തിന് സ്തോത്രമായിരിക്കുന്ന ഒരു സ്ഥലം. അവിടേക്ക് ഒരുവൻ കടന്നു പോവുക. എന്നാൽ അവനെ കള്ളന്മാർ പിടിച്ചിട്ട് അവനെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായിട്ട്, ഹല്ലേലൂയ, അവനെ ഇട്ടേച്ചു പോയി. അവൻ്റെ എല്ലാ സമ്പത്തും അപകരിച്ചു കൊണ്ടുപോയി. എന്നാൽ അതുവഴി നമുക്കറിയാം, 2 പേര് കടന്നു വന്നു. ഒരു ലേവ്യനും, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, രാജ്യമായ ഒരു പുരോഹിതൻ കടന്നു വന്നു. ഒരു ലേവ്യൻ കടന്നു വന്നു. അവനെ, ഹല്ലേലൂയ, മൈൻഡ് ചെയ്യാതെ അവർ പൊക്കളഞ്ഞെന്നാൽ ഒരു ശമരിയക്കാരനോ വഴി പോകിയാൽ എൻ്റെ അടുക്കലെത്തി. നമ്മളിവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരു ശമരിയക്കാരൻ വഴി പോകിയാൽ അവൻ്റെ അടുക്കലെത്തി. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകളെ കെട്ടി. ദൈവത്തിന് സ്തോത്രം. മുറിവുകളെ കെട്ടുന്ന നല്ലൊരു ശമരിയക്കാരൻ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മുറിവുകളെ കെട്ടി എന്ന ഒരു നല്ല ശമരിയക്കാരൻ, ഹല്ലേലൂയ, നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞ അവസ്ഥയിലാണോ, വേദനപ്പെടുന്ന അവസ്ഥയിലാണോ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഒരുവൻ ഇന്ന് രാവിലെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾക്ക് പരിഹാരം വരുത്തി തരുവാൻ, ഹല്ലേലൂയ, നല്ലൊരു കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടുണ്ട്. ഹാലൊന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇവിടെ പറയുകയാണ്, മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ
മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയെന്ന ദൈവത്തിന് സ്തോത്രം. അവനെ അവിടെ ഇട്ടിട്ട് പോയില്ല പ്രിയമുള്ളവരെ. അവനെ എടുത്തിട്ട് അവൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവന് രക്ഷ ചെയ്തെന്ന ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല ശമരിയക്കാരൻ. ഈ ശമരിയക്കാരൻ ആരെയൊക്കെ ദൈവത്തിന് സ്തോത്രം സാദൃശ്യമാക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. നല്ല ശമരിയക്കാരനായ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ മുറിവുകളെ കെട്ടുന്നവനാ. മനം തകർന്നവരെ അവൻ വെട്ടിവെക്കുന്നവനാ. ഹല്ലേലൂയ. മനം തകർന്ന അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുറിഞ്ഞ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ നല്ല ശമരിയക്കാരനായ കർത്താവെങ്കിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പൂർണ്ണമായിട്ട് അവങ്കിലൊന്ന് വിശ്വസിക്കുക. അവൻ നിനക്ക് വേണ്ടി വിടുതൽ അയക്കുവാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ രോഗത്താലായിരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ, വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിന് തലമുറകളെക്കുറിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന ഒരുവൻ ഇന്ന് രാവിലെ കടന്നു വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ടൊന്ന് ഏറ്റെടുക്കുക, പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പരിഹാരം നൽകി തരുവാൻ ശക്തനാണ്. ഇങ്ങനെ പറയുകയാണ്, പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം. ഹല്ലേലൂയ. വഴിയമ്പലത്തിലാക്കിയത് തന്നെയല്ല, 2 വെള്ളിക്കാശ് എടുത്തിട്ട് ആ വഴിയമ്പലക്കാരന് കൊടുത്തിട്ട് പറയുക, ഇവന് വേണ്ട സംരക്ഷണം ചെയ്തു കൊള്ളണം. അതാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. വേണ്ടത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നവൻ. ഹല്ലേലൂയ. മുറിവേറ്റ അവസ്ഥയാണോ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ആ മുറിവുകളെ കെട്ടി നിനക്ക് വേണ്ടി ഹല്ലേലൂയ അതിന് വേണ്ട പരിഹാരം വരുത്തി തരുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇവിടെ പറയുകയാണ്, 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അധികം ഇനിയും നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. നല്ലൊരു കർത്താവ് അവൻ പോയതുപോലെ മടങ്ങി വരും പ്രിയമുള്ളവരെ. നമ്മളെ സംരക്ഷിക്കുവാൻ, നമ്മളെ കരുതുവാൻ, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരാറായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ മുറിവുകളെ കെട്ടുന്നവൻ, നമ്മുടെ വേദനകളെ അറിയുന്നവൻ, നമ്മുടെ ഭാരത്തെ മാറ്റുന്നവൻ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അവനുമായിട്ടൊരു കൂട്ടായ്മ, അവനുമായിട്ടൊരു വലിയ ബന്ധം നമുക്ക് എടുക്കാം പ്രിയമുള്ളവരെ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം, നിന്നെ വിടിവിപ്പാൻ, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്. അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ്, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നെന്ന് നിനക്ക് തോന്നുന്നു. യേശു പറഞ്ഞ ഒരു ഉപമയാ പ്രിയമുള്ളവരെ. നമുക്കറിയാം, നല്ല ശമരിയക്കാരനായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ ഇങ്ങനെയാ പറയും, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുഴുവനായി കെട്ടുക. എത്ര കാര്യങ്ങളാണ്. വസ്ത്രം അഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്പാണനായി വിട്ടേച്ചു പോയി. അവൻ വല്ലാത്ത അവസ്ഥയിലായി. അവൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയിലായി. അവൻ്റെ വസ്ത്രമെല്ലാം അഴിച്ചെടുത്തു, അവനെ മുറിവേൽപ്പിച്ചു, അർത്ഥപ്പാണനായി വിട്ടേച്ചു പോകാൻ വല്ലാത്ത അവസ്ഥയിലായി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഏതവസ്ഥയിലായിരുന്നാലും അതിന് പരിഹാരം വരുത്തി തരുവാൻ ഒരുവനുണ്ട്. അതാണ് നമ്മൾ ഹല്ലേലൂയ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവനിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായിട്ട് അവനിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇതിലൊരു വാക്യമുണ്ട്, അവൻ ദൈവ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന അപ്പം വേണ്ടത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. ദൈവത്തിന് സ്തോത്ര. കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന മറക്കല്ല്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം രാവിലെ ഞങ്ങൾക്ക് തന്നതോർത്ത് സ്തോത്രം. മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കഴിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.